അതായത് സ്വന്തം നിലനിൽപ്പിന് വേണ്ടി നമുക്ക് പിടിച്ചു നിൽക്കാൻ വേണ്ടി നമുക്ക് മറ്റൊരു രാജ്യത്തെ ആക്രമിക്കാം, ഇല്ലാതാക്കാം. പക്ഷേ ഒരു ചെറിയ ശത്രുതയുടെ പേരിൽ ഒരിക്കലും ഒരു രാജ്യത്തിനെതിരെ യുദ്ധം ചെയ്യുന്നത് ആ രാജ്യങ്ങളെല്ലാം നമുക്ക് തെമ്മാടി രാഷ്ട്രം എന്ന് തന്നെ വിളിക്കാം. ഇസ്രായേൽ ഒരു തെമ്മാടി രാഷ്ട്രമാണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. കാരണം ഇസ്രായേലിനെ ഇല്ലാതാക്കാൻ നിരന്തരമായി ശ്രമിക്കുന്ന ഇറാന്റെ സപ്പോർട്ടോടുകൂടി ഹമാസ്, ഹിസ്ബുള്ള, അതുപോലെ ഹൂത്തികൾ ഇവർക്കൊക്കെ ഫണ്ടും ആയുധങ്ങളും കൊടുക്കുന്ന ഇറാനെ തീർച്ചയായിട്ടും ആ ഇസ്രായേൽ എന്ന് പറഞ്ഞ രാഷ്ട്രം തീർച്ചയായിട്ടും അവരില്ലാതാക്കാനോ അല്ലെങ്കിൽ അവരുടെ നാശത്തിന് വേണ്ടി അവർ ശ്രമിക്കും. കാരണം സ്വന്തം നിലനിൽപ്പ് ആരാണ് നോക്കാത്തത്? നേരെ മറിച്ച് ഇസ്രായേൽ ഇപ്പോൾ ഈ യുദ്ധത്തിന് ശേഷം പാകിസ്ഥാനെ ആക്രമിക്കുന്നു എന്നൊരു കേൾവി വരുന്നുണ്ട്. അങ്ങനെ ഇസ്രായേൽ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ ഇസ്രായേലിനെ തെമ്മാടി രാഷ്ട്രം എന്ന് തന്നെ പറയും. കാരണം ഞാനൊരു ക്രിസംഖിയാണ് എന്നാണ് പലരും പറയുന്നത്. പക്ഷെ എൻ്റെ നിലപാട് ഇതാണ്, ആ സമയത്ത് ഇസ്രായേൽ തെമ്മാടി രാഷ്ട്രമാണ്. കാരണം പാകിസ്ഥാൻ ഇസ്രായേലിന് ഒരു നിരന്തര ഭീഷണിയൊന്നുമല്ല, ഒരു ചെറിയ ഭീഷണി, ഒരു ശത്രുരാജ്യം അത്രയേ ഉള്ളൂ. ഒരു ശത്രുരാജ്യത്തിനെതിരെ എന്തിനാണ് ഇസ്രായേൽ ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്? അമേരിക്കയെ തീർച്ചയായിട്ടും നമുക്കൊരു തെമ്മാടി രാഷ്ട്രം എന്ന് വിളിക്കാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇന്ത്യ പാകിസ്ഥാനെ ആക്രമിച്ചാൽ ഇന്ത്യ ഒരിക്കലും ഒരു തെമ്മാടി രാഷ്ട്രമാവുന്നില്ല. നേരെ മറിച്ച് ഇന്ത്യ ശ്രീലങ്കയെ ആക്രമിച്ച് കീഴടക്കി ഇന്ത്യയോട് ചേർക്കാൻ ഇന്ത്യ ശ്രമിച്ചാൽ ഇന്ത്യ ഒരു തെമ്മാടി രാഷ്ട്രമാണെന്ന് പുറത്തുള്ളവരും പറയും, നമ്മളും പറയും. തീർച്ചയായിട്ടും അങ്ങനെയാണ് അതിന്റെ ലോജിക്ക്.